നമസ്കാരം. ലോകപ്രസിദ്ധിയാർജിച്ച മറ്റൊരു ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ഈ കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം 600 വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ചാക്ക ബൈപ്പാസ് വഴി ഒരു 7 കിലോമീറ്റർ വന്നാൽ നമുക്ക് ഈ ക്ഷേത്രം കാണാം. ദേവിയുടെ 3 ഭാവങ്ങളെ ഒരുമിച്ച് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. രക്തചാമുണ്ഡി നടയിലാണ് പ്രധാനപ്പെട്ട ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. രക്തചാമുണ്ഡി നട, ബാലചാമുണ്ഡി നട, ഇങ്ങനെ 3 നടകളാണ് പ്രധാനമായിട്ട് ക്ഷേത്രത്തിലുള്ളത്. ധാരാളം പേരാണ് വർഷങ്ങളായിട്ട് ഏകദേശം 5 ലക്ഷത്തോളം സ്ത്രീകളാണ് ഈ പൊങ്കാലയിൽ പങ്കെടുക്കുന്നത്. 22-ാം തീയതി, മാർച്ച് 22-ാം തീയതിയാണ് പൊങ്കാല. ഈ ക്ഷേത്രത്തിനകത്ത് ബാലചാമുണ്ഡി നട, രക്തചാമുണ്ഡി നട എന്ന് 2 ഭാവങ്ങൾ ഉണ്ട്. അതിൻ്റെ ശ്രീകോവിലെല്ലാം പുതുക്കി പണിഞ്ഞ് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം 25-ാം തീയതി നടക്കുകയാണ്. അപ്പോൾ എല്ലാവരും പൊങ്കാലയിൽ പങ്കെടുക്കുവാൻ സാധിക്കുമെങ്കിൽ വരിക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് തന്നെ പൊങ്കാല ഒരുക്കി അമ്മയെ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. ഇനി പൊങ്കാല ഇടുന്നതിനെ പറ്റിയുള്ള കൂടുതൽ വിശദ വിവരങ്ങളൊക്കെ തന്നെ ഞാൻ ആറ്റുകാൽ പൊങ്കാല സമയത്ത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ പൊങ്കാല എന്ന് പറയുന്നത് ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രം പൊങ്കാല ഇടുന്നത് കൊണ്ട് ഒരു തൃപ്തിയാകുന്നില്ല. എല്ലാ മാസവും മലയാളം 1-ാം തീയതി നിങ്ങളുടെ വീട്ടുമുറ്റത്ത് ഒരു പൊങ്കാല ഇടാമെങ്കിൽ തീർച്ചയായിട്ടും ആ ഐശ്വര്യം നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയും. അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകും. എല്ലാ മലയാള മാസം 1-ാം തീയതി സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു കലം പൊങ്കാല അർപ്പിക്കുക. തീർച്ചയായിട്ടും അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാകും. എന്തായിരുന്നാലും കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ വരിക. അല്ലെങ്കിൽ അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പൊങ്കാല ഇടുന്നതിൽ തെറ്റില്ല.